കാരണം നല്ല ചൂട് പുട്ട് ചേച്ചി നമുക്ക് കൊണ്ട് തട്ടിയിട്ടുണ്ട്. നല്ല ആവി പറക്കുന്ന പുട്ടും ബോട്ടിയും മട്ടന്റെ തലക്കറിയൊക്കെ അതിരാവിലെ ഇത്ര ടേസ്റ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ തന്നെ വരണം. നമ്മൾ പാലക്കാട് യാക്കരയിലുള്ള രാജേട്ടന്റെ കടയിലാണ് വന്നിരിക്കുന്നത്. തൊട്ടപ്പുറത്ത് തന്നെ കുഞ്ഞനൊരു ഷെഡിനകത്ത് നടത്തിക്കൊണ്ടിരുന്ന കടയാണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ പാലക്കാടിന്റെ ഒരു തനത് സ്റ്റൈലിൽ തന്നെ ഓല മേഞ്ഞിട്ടാക്കി ഈ ഒരു കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇവിടുത്തെ ആളുകൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് കോഴിയും കുമ്പളങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഒരു കോഴിയും കുമ്പളങ്ങിയും ഹോട്ടലിൽ ആദ്യമായിട്ട് വിളമ്പുന്നത് നമ്മുടെ രാജേട്ടനാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾ ഇന്ന് എത്തിയിരിക്കുന്നത് രാവിലെയാണ്. ഉച്ചയ്ക്കാണ് ഇവിടെ കോഴിയും കുമ്പളങ്ങിയും വിളമ്പുന്നത്. എന്തായാലും ഇവിടുത്തെ രാവിലത്തെ ഭക്ഷണം തന്നെ ഒരുപാട് വെറൈറ്റീസ് ആണ്. പാലക്കാടുകാർക്ക് മാത്രമല്ല കേട്ടോ, ദൂര സ്ഥലങ്ങളിലുള്ള ഒരുപാട് പേർക്ക് രാജേട്ടന്റെ കട അറിയാം. എന്തായാലും ഇവിടുത്തെ രുചി വിശേഷങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം. നിങ്ങൾ പോരെ. രാജേട്ടാ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ പോന്നു. രാജേട്ടനാണ് ഈ പാലക്കാടുകാരുടെ ഇഷ്ട വിഭവം കോഴിയും കുമ്പളങ്ങി ഹോട്ടലിൽ വിളമ്പുന്നത് ആദ്യമായിട്ടല്ലേ? എന്തൊക്കെ സ്പെഷ്യലാണ് നമ്മൾ വിളമ്പുന്നത്? ഇവിടെ ഇപ്പോൾ കാലത്ത് ദോശ, പുട്ട്, അപ്പം, ഇടിയപ്പം, കപ്പ, പിന്നെ കറികളായിട്ട് മട്ടൻ തലക്കറി, മട്ടൻ ബോട്ടി, ചിക്കൻ ലിവർ, മട്ടൻ ലിവർ, ചിക്കൻ കറി, പിന്നെ കുറേ കടലക്കറി, അങ്ങനെ നീണ്ടൊക്കെ പോവാ. ഏത് ഐറ്റമാണ് ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഇവിടെ കഴിക്കാനായിട്ട് വരാറ്? കോഴിയും കുമ്പളങ്ങി, പുട്ടും ബോട്ടിയും. അത് രാവിലെ വിളമ്പുന്നത്? രാവിലെ 7 മണിക്ക്. ഉച്ചയ്ക്ക് ഊണുണ്ട്? ഉച്ചയ്ക്ക് ഊണുണ്ട്. ഊണിന്റെ കൂടാണ് കോഴിയും കുമ്പളങ്ങിയും. പിന്നെ ഈ പറഞ്ഞ ഐറ്റംസ് ഉണ്ടാവും. പിന്നെ ഒരു 10-15 ഐറ്റംസ് മീനുണ്ടാവും. മീനും ഉണ്ടാവും, ഒരുപാട് വെറൈറ്റി. പണ്ട് നമ്മളൊരു കുഞ്ഞനൊരു ഷീറ്റ് പറഞ്ഞിട്ടുള്ള ചെറിയ കടയായിരുന്നു. അതിൽ നിന്ന് ഈ ഒരു ഭക്ഷണമൊക്കെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ നമ്മൾ വിപുലീകരിച്ചതാണ്. അത് ഈ ഓല മെഞ്ഞ ഷെഡിൽ തന്നെ ചെയ്യാനുള്ള കാരണം? അത് എൻ്റെ ഒരു മോഹമാണ്. കാരണം നമ്മളൊരു പഴമ ഈ പാലക്കാട് മിക്ക സ്ഥലങ്ങളും പഴമ നിലനിർത്തിക്കൊണ്ട് പോകുന്നവരാ അല്ലേ? ബെഞ്ചും ചെയറും കാര്യങ്ങളെല്ലാം എല്ലാം അതേ മരത്തിന്റെ ഒരു സെറ്റപ്പിലാണ് ചെയ്തിരിക്കുന്നത്. രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്ത രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തെ ലഞ്ച്, രാത്രി ഡിന്നറും ഉണ്ട്? ഇല്ല. 4 മണി ആകുമ്പോഴത്തേക്ക് നമ്മൾ ക്ലോസ് ചെയ്യും. ഈ പാചകമൊക്കെ ഞാനും ഭാര്യ, ഫാമിലി മാത്രമേ ഉള്ളൂ? ഫാമിലി മാത്രമേ. പിന്നെ നമുക്ക് ഹെൽപ്പിന് കുറെ ആൾക്കാരുണ്ട്, സ്റ്റാഫുകൾ വെച്ചിട്ടുണ്ട്. അല്ലാണ്ട് പാചകവും കാര്യങ്ങളൊക്കെ നമ്മുടെ തന്നെ, നമ്മളല്ലാതെ വേറെ ആരും കൈകടത്തുന്നത് ഇഷ്ടമല്ല. രാജേട്ടൻ എന്ന് പറഞ്ഞാൽ പാലക്കാടുകാർക്ക് ഒരു ബ്രാൻഡായി മാറിയിരിക്കുക. ബോർഡിനകത്ത് തന്നെ രാജേട്ടന്റെ ഒരു ഫോട്ടോയും വെച്ചിട്ടുണ്ട് അല്ലേ? അപരന്മാര് വേറെ ഉണ്ടോ? ഇല്ലെന്ന വിചാരം. ഓക്കെ, എന്തായാലും രാവിലത്തെ ഭക്ഷണം കഴിച്ചു നോക്കാനാണ് ഞങ്ങൾ ഇപ്പൊ എത്തിയിരിക്കുന്നത്. ഒന്ന് കഴിച്ചു നോക്കട്ടെ? ആയിക്കോട്ടെ. ഓക്കെ രാജേട്ടാ. നമ്മൾ ഇവിടുത്തെ തന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്ക് ഇഷ്ടപ്പെട്ട ഐറ്റമായിട്ടുള്ള പുട്ടും പിന്നെ കറികളെന്ന് പറഞ്ഞാൽ രാജേട്ടൻ എല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട്. കടലക്കറിയുണ്ട്, മട്ടൻ ബോട്ടിയുണ്ട്, മട്ടൻ ലിവറുണ്ട്, മട്ടൻ തലക്കറിയുണ്ട്, പിന്നെ ചിക്കൻ കറിയും വാങ്ങിയിട്ടുണ്ട്. മട്ടൻ തലക്കറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചു വാങ്ങി കഴിക്കുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. പുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സോഫ്റ്റ് പുട്ട്, അത് തേങ്ങാപ്പീരയും ജീരകമൊക്കെ ചേർത്തിട്ട് ഒരു സ്പെഷ്യൽ റെസിപ്പിയിലാണ് ഓരോ ഭക്ഷണങ്ങളും ഇവിടെ തയ്യാറാക്കുന്നത്. ഏറ്റവും നമുക്ക് അട്രാക്ഷൻ തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കട തന്നെയാണ് കേട്ടോ. ഓല മേഞ്ഞിട്ടുള്ള ഈ ഒരു കടയിൽ വാഴയിലിരുന്ന് ഭക്ഷണം കഴിക്കാം നമുക്ക്. ആദ്യമേ തന്നെ ഒരു താങ്ക്സ് പറയാനുണ്ട്. നമ്മുടെ മീശക്കാരൻ പീയൂഷ് ബ്രോയാണ് ഈ മൊത്തം സ്ഥലങ്ങളും നമ്മുടെ പാലക്കാടുള്ള എല്ലാ ഫുഡ് സ്പോട്ടും നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. പീയൂഷ് ബ്രോ, ഒരുപാട് നന്ദി. എന്തായാലും ബ്രോ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് മട്ടൻ ബോട്ടിയിൽ നിന്ന് തന്നെ തുടങ്ങാം. മട്ടൻ ബോട്ടി ഈ പുട്ടിനകത്തേക്ക് അല്പം ഇടാം. ഒരുപാട് വിളമ്പി കഴിക്കാൻ പറ്റാതെ വെറുതെ വേസ്റ്റ് ആകണ്ട, നമുക്കൊണ്ട് മാറ്റി വെക്കാം. മട്ടൻ ബോട്ടിയും പുട്ടും. എനിക്ക് തോന്നുന്നു പാലക്കാടൊക്കെ കൂടുതലായിട്ടും ആളുകൾക്ക് ഇഷ്ടം മട്ടൻ വിഭവങ്ങളാണെന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഏറ്റവും കൂടുതൽ ബീഫിൻ്റെ വിഭവങ്ങളാണ്. ബീഫ് പോട്ടി, ബീഫ്. ഇവിടെ എന്നാൽ ഏറ്റവും കൂടുതൽ മട്ടൻ ഐറ്റമാണ്. പായി വെള്ളം ഊറുന്നുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് മട്ടൻ ബോട്ടി വെച്ചിട്ടുള്ള പുട്ടൊന്ന് കഴിച്ചു നോക്കാം. മട്ടൻ ലിവറും പുട്ടും കൂടെ ഒന്ന് കഴിക്കാം. മട്ടൻ ലിവർ അല്പം വിളമ്പിയിട്ടുണ്ട്. പിന്നെ ലേശം പുട്ടും കൂടെ എടുക്കാം.
ബോട്ടിയേക്കാൾ എനിക്കിഷ്ടപ്പെട്ടത് മട്ടൻ ലിവറാണ്. രാജേട്ടൻ പറഞ്ഞ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം മട്ടൻ തലക്കറി. ഇതേ അതും കൂടെ നമുക്ക് പുട്ടിൻ്റെ കൂടെ ഒന്ന് കഴിച്ചു നോക്കാം. മട്ടൻ തലക്കറിക്കകത്ത് കൂടുതൽ എല്ലുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. തലയാണല്ലോ, അപ്പോൾ എല്ല് കാണുമല്ലോ. ഇതേ അതെ, എല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേക ഒരു വീക്ക്നെസ്സാണ്. എല്ലുള്ളതെല്ലാം നമുക്ക് കഴിച്ചേക്കാം. ഇനി നമുക്ക് പുട്ടിൻ്റെ കൂടെ പിന്നെ മിക്സ് ചെയ്തൊന്ന് കഴിക്കാം. ഓ ഒന്ന് കണ്ടോ, മട്ടനാണ് മക്കളെ, മട്ടൻ. ഇന്ത്യ മട്ടൻ കണ്ടോ, ഒന്ന് പിടിച്ചെടുക്കുക. ഒരു ഷാപ്പിലെ കറിയുടെ രീതിയിലാണ് ഇവിടുത്തെ ഓരോ കറിയും വിളമ്പുന്നത്. അതുകൊണ്ട് തന്നെ ലേശം കുരുമുളകും ലേശം എരിവൊക്കെ ഇച്ചിരി കൂടുതലാണ്. സംഭവം പൊളി ഐറ്റം, ഗ്രാൻഡ് ഐറ്റം. ചുമ്മാ അല്ല മട്ടൻ കറിക്ക് ഇത്ര ഫാൻസ് ഉള്ളത്. അവശേഷിക്കുന്ന ഐറ്റം ചിക്കൻ കറിയാണ്. ഇങ്ങനെ ഒരു കഷ്ണം കൂടെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ രാജേട്ടൻ്റെ സ്പെഷ്യൽ ഐറ്റമാണ് കേട്ടോ. പക്ഷേ ഉച്ച കഴിഞ്ഞിട്ടാണ് കുമ്പളങ്ങി ഇട്ട ചിക്കൻ കറി നമുക്കിവിടെ പ്രിപ്പയർ ആയിട്ട് കിട്ടുന്നത്. ഒരു 11:30 തൊട്ട്. സംഭവം ഗ്രാൻഡാണ് കേട്ടോ. നമുക്ക് ചിക്കനും കൂടെ വെച്ച് ഈ ഒരു പിടിയും കൂടെ കഴിച്ചു നോക്കാം. ചിക്കൻ കറിയും പൊളിയായിട്ടുണ്ട്. പാലക്കാട് വരുവാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഫുഡിൻ്റെ വെറൈറ്റീസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. നമ്മൾ കഴിച്ചിട്ടില്ലാത്ത, കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത, അതും തനതായിട്ടുള്ള ഗ്രാമീണതയിൽ ഓരോരോ കൊച്ചു കൊച്ചു കടയിലാണ് ഇവിടെ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതെല്ലാം ഇനി കഴിച്ച് ഫിനിഷാക്കണം. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. ബൈ.